ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു 36 ലക്ഷത്തിൻ്റെ ഒറ്റ നില വീടാണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീട് നമുക്ക് ട്രിവാൻഡ്രത്ത് പൊറ്റേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ വെറും 36 ലക്ഷമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്കൊരു 2-3 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നീളത്തിനുള്ള ഒരു സ്പേസാണ് നമുക്കിവിടെ കയറി വരുമ്പോൾ കാണുന്നത്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വേറെ ഒരു 300 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് പൊറ്റേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10 കിലോമീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീട് നമുക്ക് 36 ലക്ഷമാണ് നമുക്ക് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് അപ്പോൾ ലോണിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ലോണും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ധാരാളം ബാങ്കുകൾ തന്നെ നമുക്ക് ലോണിനായിട്ട് നമുക്ക് പരിചയമുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ബാങ്കൊക്കെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ റെഡി ക്യാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് 3.5 സെൻറ്റിലാണ് ഈ ഒരു വീട് വരുന്നത്. 700 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ ഫുള്ള് തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പൈപ്പ് കണക്ഷനും കൂടാതെ കിണർ നമുക്ക് ഈ ഒരു വീടിന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് സിറ്റൗട്ട് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്ക് ഉണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റൗട്ട് വരുന്നത്. പിന്നെ ഇതാണ് നമുക്ക് ഫ്രണ്ട് ഡോർ, നമുക്ക് പ്ലാവിൽ ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ഒരു ഡോർ തന്നെയാണ് ഫ്രണ്ട് പോർഷനിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിൽ ഹോളും ഡൈനിങ് ഏരിയയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്പേസാണ് ആദ്യം വരുന്നത്. 20x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു സ്പേസ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീലിങ്ങിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ സൈഡിലായിട്ട് വരുന്ന ചെമ്മരുണ്ടോ, ഫുള്ളും തന്നെ ടെക്സ്ചർ വർക്കാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ തീമാണ് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആയിട്ട് TV വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സ്റ്റോറേജും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹോളും ഡൈനിങ് ഏരിയയും കൂടെ ചേർന്ന് വരുന്ന സ്പേസ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ കിച്ചൺ കണ്ടോ. അപ്പോൾ ഇവിടെ ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് മുമ്പേ നമുക്ക് ഡൈനിങ് ഏരിയയുടെ തന്നെ നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു മിററും വാഷ് ബേസിനും താഴെ ഒരു സ്റ്റോറേജ് സ്പേസും ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്കിവിടെ മെറ്റീരിയൽ ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ തീമാണ് നമുക്കിവിടെ മെറ്റീരിയൽ വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പുറത്തോട്ട് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. പുറകിൽ ഇവിടെ ഒരു നനകല്ലും പൈപ്പ് കണക്ഷനൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ട് ടെറസിലോട്ട് ഈ ഒരു ഭാഗം വഴിയാണ് നമുക്ക് മുകളിൽ ടെറസിലോട്ട് പോകേണ്ട സ്ഥലം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന് 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു പോർഷനിൽ, ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്ത്, 2 ബെഡ്റൂമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ബെഡ്റൂം കയറി കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത് 12x12 ഡയമെൻഷനിലുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ബെഡും കൂടെ നമുക്ക് കിട്ടും കണ്ടോ. ഈ ഒരു ബെഡും കൂടെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ കിട്ടും. നമുക്കിവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജും നമുക്ക് ഈ ഭാഗത്ത് കണ്ടോ നമുക്ക് ഒരുങ്ങാൻ വേണ്ടിയുള്ള ഒരു മിററും മേക്കപ്പ് ഐറ്റമൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസും പിന്നെ ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് കണ്ടോ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഇവിടെയാണ് വരുന്നത്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അകത്ത് നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു മിററും ബാക്കിൽ സ്റ്റോറേജ് സ്പേസും വരുന്ന ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലും യൂസ് ചെയ്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് അതേ ഒരു സൈസ് തന്നെ വരുന്ന ഒരു ബെഡ്റൂം കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. 12x12 തന്നെയാണ് ഡയമെൻഷൻ വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ബെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാർഡ്രോബ് നമുക്ക്
ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം അപ്പുറത്ത് കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെ രണ്ടിടത്തും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു സ്പേസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 36 ലക്ഷമാണ്. അത് തീർത്തും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഹോം ലോണിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോണൊക്കെ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ കൂടിയതാണ്. ഇപ്പം 50 ലക്ഷത്തിന് മുകളിലോട്ടും 1 കോടിക്ക് പുറത്തോട്ടായാലും അല്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെ ബഡ്ജറ്റ് റേഞ്ചിനൊക്കെ അനുസരിച്ചുള്ള വീടൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ കയ്യിൽ ധാരാളം വീട് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ ട്രിവാൻഡ്രത്ത് അത് എവിടെ വേണോ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ വീട് വന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വീടിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മനോഹരമായ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.